ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് ഇന്നറിയാം. രാവിലെ 10 മണിക്ക് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. വൈകുന്നേരം 5 മണിക്ക് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. NDA സ്ഥാനാർത്ഥിയായി BJP നേതാവ് വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി ഗാന്ധിജിയുടെ പൗത്രൻ ഗോപാൽകൃഷ്ണ ഗാന്ധിയും മത്സരിക്കുന്നു. CPIM സംസ്ഥാന സമ്മേളനം തൃശൂരിൽ വച്ച് നടത്താൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി 22 മുതൽ 25 വരെയാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. 22ാം പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് സെപ്റ്റംബർ 15-ന് ആരംഭിക്കും. ഹൈദരാബാദിൽ നടക്കുന്ന 22ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടാണ് കേരള സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരാവും വേദിയാവുക. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് മുതലുള്ള സമ്മേളനങ്ങൾ സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 15 മുതൽ ആരംഭിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരു മാസം നീണ്ടു നിൽക്കും. നവംബർ 15 മുതൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കും. ഡിസംബർ 26-ാം തീയതി തൃശൂർ, വയനാട് ജില്ലാ സമ്മേളനങ്ങളോടെയാണ് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. കാസർഗോഡ്, പത്തനംതിട്ട ഡിസംബർ 29, 30, 31. കോഴിക്കോട്, കോട്ടയം ജനുവരി 2, 3, 4. കൊല്ലം, മലപ്പുറം ജനുവരി 5, 6, 7. ഇടുക്കി, പാലക്കാട് ജനുവരി 8, 9, 10. തിരുവനന്തപുരം, ആലപ്പുഴ ജനുവരി 13, 14, 15. എറണാകുളം ജനുവരി 16, 17, 18. കണ്ണൂർ ജനുവരി 19, 20, 21. പാർട്ടി കമ്മിറ്റികളിൽ യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യമുണ്ടാവും. സാമൂഹ്യ ഘടനയ്ക്ക് അനുസൃതമായിട്ടാവണം പാർട്ടി കമ്മിറ്റികളിലെ പ്രാതിനിധ്യം തീരുമാനിക്കേണ്ടത്. 3 ടൈം കാലാവധി പൂർത്തിയാക്കിയ മുഴുവൻ സെക്രട്ടറിമാരും സ്ഥാനമൊഴിയും. സമ്മേളനങ്ങളോടനുബന്ധിച്ച് വോളണ്ടിയർ മാർച്ചും സെമിനാറും പ്രകടനവും പൊതുസമ്മേളനവും കലാകായിക മത്സരങ്ങളും ഉണ്ടാവും. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഓഗസ്റ്റ് 26-ന് 2000 കേന്ദ്രങ്ങളിലായി ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 21 മുതൽ 24 വരെ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനം കൊച്ചിയിൽ നടക്കും. ഓഗസ്റ്റ് 29-ന് നയനാർ അക്കാദമിക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി ബക്കറ്റ് കളക്ഷൻ നടത്താനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ISROയിലെ കുടിപ്പക വ്യക്തമാക്കി G. മാധവൻ നായരുടെ ആത്മകഥ അഗ്നിപരീക്ഷകൾ. ആൻഡ്രിക്സ് ദേവാസ് അഴിമതി വിഷയത്തിൽ തന്നെ പെടുത്തിയത് തന്റെ പിൻഗാമി K. രാധാകൃഷ്ണൻ എന്ന മാധവൻ നായർ. ISROയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ തങ്ങൾക്ക് ലഭിച്ചത് അപമാനവും റിട്ടയർമെന്റ് കാലത്തെ സമാധാനക്കേടും മാത്രമെന്നും മാധവൻ നായർ. ISROയിലെ കുടിപ്പക തുറന്നുകാട്ടിയുള്ള പുസ്തകമാണ് മുൻ ചെയർമാൻ G. മാധവൻ നായരുടെ അഗ്നിപരീക്ഷകൾ എന്ന ആത്മകഥയിലുള്ളത്. രാജ്യത്തെ ഞെട്ടിച്ച ആൻഡ്രിക്സ് ദേവാസ് അഴിമതി വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴച്ചത് മുൻ ISRO ചെയർമാൻ ഡോക്ടർ K. രാധാകൃഷ്ണനാണെന്ന് മാധവൻ നായർ തുറന്നെഴുതുന്നു. ഒരു ദേശീയ പത്രത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് താൻ നൽകിയിരുന്നു. കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ തങ്ങൾ പറയുന്നതിന് വിരുദ്ധമായാണ് രാധാകൃഷ്ണന്റെ വാദമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം രാധാകൃഷ്ണൻ താങ്കളുടെ ചോയ്സായിരുന്നുവെന്നും സൂചിപ്പിച്ചു. ISRO സെക്രട്ടേറിയറ്റിലെ ഒരു ശാസ്ത്രജ്ഞന്റെ പരാതിയാണ് ആദ്യം അഴിമതി ചൂണ്ടിക്കാട്ടിയത്. 2G സ്പെക്ട്രം കത്തിനിന്ന ഘട്ടത്തിൽ അതിനേക്കാൾ വലിയ അഴിമതിയായി ആൻഡ്രിക്സ് ദേവാസ് ഇടപാട് ഉയർത്തുക എന്നതായിരുന്നു ചിലരുടെ ലക്ഷ്യം. കാലുപിടിച്ചും സേവ പിടിച്ചും സ്ഥാനത്തെത്തിയ തന്റെ പിൻഗാമിക്ക് തന്നോട് വൈരാഗ്യത്തിനുള്ള കാരണം ഇന്നും തനിക്കറിയില്ലെന്ന് മാധവൻ നായർ ആത്മകഥയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് ഇന്നറിയാം. രാവിലെ 10 മണിക്ക് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. വൈകുന്നേരം 5 മണിക്ക് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. NDA സ്ഥാനാർത്ഥിയായി BJP നേതാവ് വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി ഗാന്ധിജിയുടെ പൗത്രൻ ഗോപാലകൃഷ്ണ ഗാന്ധിയും മത്സരിക്കുന്നു. 2007-ൽ തെരഞ്ഞെടുക്കപ്പെട്ട ഹമീദ് അൻസാരി 2 തവണ ഉപരാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ശേഷം ഓഗസ്റ്റ് 10-ന് കാലാവധി പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന് പകരക്കാരനെ കണ്ടെത്താൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി BJP മുതിർന്ന നേതാവും പാർലമെന്ററി പാർട്ടി നേതാവുമായ വെങ്കയ്യ നായിഡുവും 18 പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി ഗാന്ധിജിയുടെ പൗത്രനും മുൻ ബംഗാൾ ഗവർണറുമായ ഗോപാലകൃഷ്ണ ഗാന്ധിയും മത്സരിക്കുന്നു. കക്ഷിഭേദമന്യേ എല്ലാ MPമാരോടും വെങ്കയ്യ നായിഡു വോട്ട് അഭ്യർത്ഥിച്ചു. ഗോപാലകൃഷ്ണ ഗാന്ധിയും MPമാരെ പ്രത്യേകം കാണുകയാണ്. MPമാർക്ക് മാത്രം വോട്ടവകാശമുള്ള ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ നിന്ന് 545 പേരും രാജ്യസഭയിൽ നിന്ന് 245 പേരും വോട്ട് രേഖപ്പെടുത്തും. നിലവിലെ കക്ഷി നിലയനുസരിച്ച് NDA സ്ഥാനാർത്ഥിക്ക് മേൽക്കൈയുണ്ട്. അതേസമയം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് ബിജു ജനതാദളും നിതീഷ് കുമാറിന്റെ JDUവും ഇത്തവണ ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ചു. എന്നാൽ ബീഹാറിലെ പുതിയ സമവാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാ JDU അംഗങ്ങളും പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയും കുറവ്. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ വോട്ടെടുപ്പ് ആരംഭിക്കും. 5 മണിക്ക് സമാപിച്ച ശേഷം വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് റിട്ടേണിംഗ് ഓഫീസർ. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.
സംഭരിച്ച നെല്ലിന്റെ തുക ലഭിക്കാത്ത കർഷകർ പ്രതിസന്ധിയിൽ. കോട്ടയം ജില്ലയിൽ കോടിക്കണക്കിന് രൂപയാണ് സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത്. സംഭരണ തുക ലഭിക്കാത്തതിനാൽ വായ്പയെടുത്ത് കൃഷിയിറക്കിയവർ കടക്കെണിയിലാണ്. കോട്ടയം ജില്ലയിൽ മാത്രം സംഭരിച്ച നെല്ലിന്റെ തുകയായി 33 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. കർഷകരിൽ ഭൂരിഭാഗവും വായ്പയെടുത്താണ് കൃഷിയിറക്കിയിട്ടുള്ളത്. പലരും വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ ബാങ്ക് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. നെല്ല് സംഭരിച്ച് 5 മാസം കഴിഞ്ഞിട്ടും വില ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ പ്രതിസന്ധിയിലാണെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി KM രാധാകൃഷ്ണൻ പറഞ്ഞു. പണയം വെച്ചും താലിമാല വിറ്റും പാവപ്പെട്ട കർഷകൻ കൃഷി ഇറക്കി അടുത്ത കൃഷിക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില കൊടുക്കാത്തത് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് നെല്ല് മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 1,75,000 ഹെക്ടർ സ്ഥലത്താണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നെല്ലുൽപാദനം നടക്കുന്നത്. ഉൽപാദന വർധനവ് ഉണ്ടാകണമെങ്കിൽ ഈ മേഖലയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന അശാസ്ത്രീയമായ ഉത്തരവുകളും നടപടിക്രമങ്ങളും പൂർണ്ണമായും പരിഹരിച്ച് കർഷകർക്ക് അനുകൂലമായ നിലപാടിലേക്ക് ഗവൺമെന്റ് വരണം. കഴിഞ്ഞ മാസം 20-ന് കർഷകർ പാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ പണം നൽകാമെന്ന അന്നത്തെ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിൽ തിരുവാർപ്പ്, നാട്ടകം പഞ്ചായത്തുകളിലെ കർഷകർ പാടി ഓഫീസ് ഉപരോധിച്ചു. അതിനിടെ പണം കിട്ടുന്നതിന് പുതിയ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന അധികൃതരുടെ നിർദ്ദേശം കർഷകരെ രോഷാകുലരാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ ഓണം ബക്രീദ് ഖാദി മേളയ്ക്ക് കോഴിക്കോട് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം തുറമുഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ജില്ലാ ഗ്രാമവ്യവസായ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെപ്റ്റംബർ 3 വരെ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റ് ഉണ്ടാകും. GSTയെക്കുറിച്ചുള്ള സംശയ നിവാരണത്തിന് കൊല്ലത്ത് ആരംഭിച്ച ജില്ലാതല ഫെസിലിറ്റേഷൻ സെന്റർ മാതൃകയാവുന്നു. എല്ലാ ദിവസവും GST സംബന്ധിച്ച് കൌൺസിലിംഗിൽ 100 കണക്കിന് പേർ പങ്കെടുക്കുന്നു. ജൂലൈ 1-ന് ആരംഭിച്ച GST ശരിക്കും വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഉപയോക്താക്കളെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലും ആഴ്ത്തി. പരാതികൾ വരാൻ തുടങ്ങിയതോടെയാണ് GST ശത്രുവല്ല മിത്രമെന്ന സന്ദേശം നൽകി കൊല്ലം വാണിജ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയ നിവാരണത്തിന് ഫെസിലിറ്റേഷൻ കേന്ദ്രം ആശ്രാമത്തെ ജില്ലാ വാണിജ്യ നികുതി ഓഫീസിൽ ആരംഭിച്ചത്. GSTയിൽ പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റും ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കോംപ്ലക്സിലെ ഒരു GST സെല്ല് ഫോം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പൊതുജനങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് കൃത്യമായിട്ടുള്ള മറുപടികൾ നിങ്ങൾ ക്ലിയർ ചെയ്യണം. സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടി എല്ലാ പൊതുജനങ്ങളും ഈ ഒരു അവസരം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, അവധി ദിവസങ്ങളിൽ സ്കൂൾ, കോളേജ്, ഗ്രന്ഥശാലകൾ എന്നിവിടങ്ങളിൽ വ്യാപാരികൾക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് തുടരുന്നു. ഇവിടെ നമുക്ക് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആർക്ക് ഏത് സമയത്തും വിളിച്ച് നമുക്ക് സംശയ നിവാരണം നടത്താവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ബന്ധപ്പെട്ട് വരുന്ന ടെക്നിക്കൽ പ്രോബ്ലംസ് ഒരു ഡീലർ സപ്പോർട്ട് പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ടെക്നിക്കൽ പ്രോബ്ലംസ് അവരിവിടെ വന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ സംശയ നിവാരണം നടത്തുന്നുണ്ട്. 31 ക്ലാസുകളിലായി 2200ഓളം വ്യാപാരികളും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി സംഘടിപ്പിച്ച ക്ലാസുകളിൽ 3000-ലധികം പേരും പങ്കെടുത്തു. GST സംബന്ധിച്ച ആവലാതികളും പരാതികളും സംശയ ദൂരീകരണത്തിനും ഹെൽപ്പ് ലൈൻ സേവനവും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടുക്കി ആനയിറങ്കലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ലയത്തിലെത്തിയ കാട്ടാന റേഷൻ കടയും നിർത്തിയിട്ടിരുന്ന വാഹനവും അടിച്ചു തകർത്തു. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 3 മണിയോടെയാണ് കാട്ടുകൊമ്പൻ ആനയിറങ്കൽ എസ്റ്റേറ്റ് ലയത്തിലെത്തിയത്. ഇവിടെ പ്രവർത്തിച്ചു വന്ന റേഷൻ കട തകർക്കാൻ ശ്രമിക്കുകയും തുടർന്ന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തു. കൂടാതെ സമീപത്തെ പെട്ടിക്കടകളും കാട്ടാന തകർത്തു. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ലയങ്ങളിലെത്തി നാശം വിതച്ച കാട്ടാനയെ പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും തുരത്തുകയായിരുന്നു. തുടർന്നാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ദേശീയപാത ഉപരോധിച്ചത്. ഇതിന്റെ ശല്യം കൂടുതലായതുകൊണ്ട് ഇത് എവിടെയെങ്കിലും മാറ്റി കൊണ്ടുപോകാനുള്ള ഏർപ്പാടാക്കി ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ഉത്തരവാദിത്വം വേണമെന്ന് പറഞ്ഞു. മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. കാട്ടാനശല്യത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലക്കാടും ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. മാങ്കുറിശ്ശിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം 3 കാട്ടാനകളാണ് ഇറങ്ങിയത്. വനംവകുപ്പിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. 4 കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട്. 3 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 കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട്.
മാങ്കുറിശ്ശിയിലെ സംസ്ഥാനപാതയോട് ചേർന്ന ജനവാസ കേന്ദ്രത്തിലാണ് കാട്ടാനക്കൂട്ടമിറങ്ങിയത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയതായി വിവരമറിഞ്ഞതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. 5 കിലോമീറ്റർ അകലെയുള്ള അയ്യർമലയിൽ നിന്നാണ് കാട്ടാനക്കൂട്ടമിറങ്ങിയതെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ ഓടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും കാട്ടാനകൾ കുറ്റിക്കാടിനകത്ത് തമ്പടിച്ചിരിക്കുകയാണ്. 3 ആനനെ കണ്ടു. വലിയ ആനയാണ്. ഞങ്ങൾക്ക് പടക്കം പൊട്ടിച്ച കാരണം കൂടി ഇനിയിപ്പോൾ രാത്രി ഉറങ്ങാൻ തന്നെ പേടിയാണ്. ഇവിടെ അടുത്തൊക്കെ വരുമ്പോൾ അത് കാരണം കൊണ്ട് ആനനെ എന്തെങ്കിലും ഒരു ഇതാക്കണം. ഞങ്ങൾ ഇവിടെ കുട്ടിമക്കളൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. ദിവസങ്ങളായി മുണ്ടൂരിലും മലമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും പകൽ സമയങ്ങളിലടക്കം കാട്ടാനശല്യം രൂക്ഷമാണ്. മലമ്പുഴക്കടുത്ത് ആഴ്ചകൾക്ക് മുമ്പ് കാട് വിട്ടിറങ്ങിയ കൊമ്പന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. ആനകളുടെ ശല്യം മൂലം നാട്ടുകാർക്ക് പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കാട്ടാനകളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കാട്ടാനകളെ കാട്ടിലേക്ക് അയക്കുന്നതിന് പരിശീലനം ലഭിച്ച കുങ്കിയാനകളെ കൊണ്ടുവരാൻ കഴിഞ്ഞ മാസം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്തെ തുറമുഖങ്ങൾ ചരക്ക് നീക്കത്തിനായി ശക്തിപ്പെടുത്തുന്നു. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന്റെ ആഴംകൂട്ടൽ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ലക്ഷദ്വീപിനും ബേപ്പൂരിനുമിടയിൽ യാത്രാഗതാഗതം സുഗമമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. റോഡിലെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാനും ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കുറയ്ക്കാനും തുറമുഖ വികസനം വഴിവെക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായാണ് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. ചരക്ക് നീക്കം കടൽ മാർഗമാകുന്നതോടെ ചെലവിൽ വലിയ കുറവാണുണ്ടാവുക. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സാധ്യത കൂടി പരിഗണിച്ച് അഴീക്കൽ തുറമുഖ വികസനം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആദ്യഘട്ടമായുള്ള ആഴംകൂട്ടൽ അടുത്ത ആഴ്ച തന്നെ തുടങ്ങും. നിലവിലുള്ള തുറമുഖങ്ങളുടെ വികസനം, അതിന് ആധുനികവൽക്കരിക്കാനുള്ള ഏർപ്പാടുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ വരാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ വരുത്തിയിരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കാനാണ് ആദ്യത്തെ പരിപാടി. അഴീക്കൽ അടുത്ത ദിവസം അതിൻ്റെ ഡ്രഡ്ജിംഗ് ആരംഭിക്കാം. ബേപ്പൂർ തുറമുഖത്തിന്റെ യാത്രാ പ്രാധാന്യം പരിഗണിച്ച് ലക്ഷദ്വീപിനും ബേപ്പൂരിനുമിടയിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കുള്ള പാർപ്പിട സൗകര്യങ്ങൾ, യാത്രാപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ത്വരിതപ്പെടുത്തുവാനും കൂടുതൽ ചരക്ക് ഗതാഗതവും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനുമുള്ള ഏർപ്പാടുകൾ ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം ഇന്ന് നടക്കും. സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നത്. അവധിക്കാലത്ത് നടത്തിയ അധ്യാപക പരിശീലനം വഴി നേടിയ അറിവ് ക്ലാസ് മുറികളിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിച്ചുവെന്നതും ചർച്ച ചെയ്യും. അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്യുന്ന സമഗ്ര പോർട്ടൽ ചോദ്യപേപ്പർ നിർമ്മാണ പരിശീലനവും ഇന്നത്തെ ക്ലസ്റ്ററിൽ അധ്യാപകർക്ക് നൽകും. കോൺഗ്രസ് അനുകൂല സംഘടനയായ KPSTA ക്ലസ്റ്റർ പരിശീലനത്തിൽ നിന്നും വിട്ടുനിൽക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാത്ത അധ്യാപകർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ അധ്യാപകരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥും നിർദ്ദേശം നൽകി. കാറിൽ കടത്താൻ ശ്രമിച്ച 30 ലിറ്റർ വിദേശ മദ്യവുമായി 2 പേർ പിടിയിൽ. ഇടുക്കി കൊന്നത്തടി കൊമ്പിടിഞ്ഞാൾ സ്വദേശികളായ ബിജു ജോൺ, യബി എന്നിവരാണ് പിടിയിലായത്. ഓണക്കാലത്തെ ലക്ഷ്യം വെച്ച് ഉൾഗ്രാമങ്ങളിലടക്കം അനധികൃത മദ്യവിൽപ്പന സജീവമാവുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഹൈറേഞ്ച് മേഖലയിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന തുടരുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജാക്കാട് SI PD അനൂപ് നേതൃത്വത്തിലുള്ള സംഘം രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് കാറിൽ കടത്താൻ ശ്രമിച്ച 30 ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തത്. കൊന്നത്തടി കുമ്പിടിഞ്ഞാൽ സ്വദേശികളായ കോളേക്കുന്നിൽ ബിജു ജോൺ, പൂന്തുറയിൽ യബി എന്നിവരാണ് പിടിയിലായത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അവരുടെ നിർദ്ദേശപ്രകാരവും മൂന്നാർ DSP അഭിലാഷ് സാറിന്റെ നിർദ്ദേശപ്രകാരവും പ്രത്യേക സ്ക്വാഡുണ്ടാക്കി. അടിമാലി CA അവരുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡുണ്ടാക്കി പ്രത്യേക അംഗങ്ങളെ തിരഞ്ഞെടുത്തതിന് വേണ്ടി പ്രത്യേകം വിവരങ്ങൾ ശേഖരിച്ചാണ് ഇത്തരം കേസുകൾ കണ്ടെടുത്തത്. തന്നെ കുമ്പഴിഞ്ഞാൽ സ്വദേശിയായ ഒരാളിൽ നിന്നും 30 ലിറ്റർ വിദേശ മദ്യം വിൽപ്പനയ്ക്കായി കൊണ്ടുപോയത് കണ്ടെടുത്തിട്ടുണ്ട്. ഇത്തരം നടപടികളുടെ ഓണക്കാലം കഴിഞ്ഞാൽ തന്നെയും നല്ല രീതിയിലും ശക്തമായ രീതിയിൽ തുടർന്നു വരുന്നുണ്ട്. വ്യാജമദ്യത്തിനെതിരെയും മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. പ്രതി ബിജു ജോൺ നേരത്തെയും സമാന കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. മുമ്പ് 20 ലിറ്റർ വിദേശ മദ്യവുമായി തങ്കമണി എക്സൈസ് സംഘം ഇദ്ദേഹത്തെ പിടികൂടിയിരുന്നു. ഈ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ശേഷമാണ് വീണ്ടും മദ്യവുമായി ഇയാൾ പിടിയിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉറവിട മാലിന്യ സംസ്കരണത്തിന് അനന്തപുരിയുടെ മാതൃക. നാളെ മുതൽ ഗ്രീൻ ആർമി തലസ്ഥാനത്തിന്റെ നിരത്തിൽ ബോധവൽക്കരണവുമായി രംഗത്തുണ്ടാകും. തിരുവനന്തപുരം നഗരസഭയാണ് വിദ്യാർത്ഥികളെ രംഗത്തിറക്കി പുതിയ മാതൃക സൃഷ്ടിക്കുന്നത്.
ഉറവിട മാലിന്യ സംസ്കരണത്തിന് തലസ്ഥാനത്തിന്റെ മാതൃകയാണ് ഗ്രീൻ ആർമിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്നതാണ് നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഉദ്ദേശം. കഴിഞ്ഞ വേനലവധിക്കാലത്ത് ഗ്രീൻ ആർമി പ്രവർത്തനത്തിനായി വിവിധ ഇടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനവും നൽകിയിരുന്നു. മാലിന്യ സംസ്കരണ രീതികൾ, ഉറവിട മാലിന്യ സംസ്കരണം തുടങ്ങി വിവിധ വശങ്ങളായിരിക്കും കുട്ടികൾ പൊതുജനങ്ങൾക്ക് പറഞ്ഞു നൽകുക. ഗ്രീൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ അതിന്റെ കൃത്യമായ രൂപത്തിലേക്ക് നഗരസഭ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉറവിട മാലിന്യ സംസ്കരണ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. പദ്ധതിയുടെ സഹായമില്ലാത്തതുകൊണ്ട്, ഇത് ശേഖരിച്ചു വെക്കുന്നുള്ള സംവിധാനമില്ലാത്തതുകൊണ്ട്, പ്ലാസ്റ്റിക് എന്ത് ചെയ്യുമെന്നുള്ള വിഷയം മുന്നിലുള്ളതുകൊണ്ട്, കിച്ചൺ ബിൻ ആര് കൊടുക്കുമെന്നുള്ള ചില വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി തയ്യാറാക്കിക്കൊണ്ടാണ് നഗരസഭ ഈ പുതിയ പ്രവർത്തന പരിപാടിയിലേക്ക് മാറിയിരിക്കുന്നത്. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും പദ്ധതിയുടെ ഭാഗമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ കേരള കൺവെൻഷൻ തിരുവനന്തപുരത്ത് നടന്നു. മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി തോമസ് ചാണ്ടി, MLA-മാരായ രാജു എബ്രഹാം, മോൻസ് ജോസഫ്, KPC പ്രസിഡന്റ് MM ഹസൻ, BJP നേതാവ് V മുരളീധരൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ലണ്ടനിൽ നടക്കുമ്പോൾ മുണ്ടൂരിലെ തന്റെ പ്രിയപ്പെട്ട ഗ്രൗണ്ടിൽ പരിശീലനത്തിലാണ് PU ചിത്ര. സെപ്റ്റംബറിൽ നടക്കുന്ന ദേശീയ ഓപ്പൺ മീറ്റിനുള്ള തയ്യാറെടുപ്പിലാണ് ചിത്ര. മീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് ചിത്ര. മുണ്ടൂരിലെ സാധാരണ കുടുംബത്തിലെ PU ചിത്ര എന്ന പെൺകുട്ടിയെ നാടറിയുന്ന കായിക താരമാക്കി വളർത്തിയ മൈതാനം. പതിവ് പോലെ അതിരാവിലെ തന്നെ ചിത്ര ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. മറ്റെവിടെ പരിശീലനം നടത്തുന്നതിനേക്കാൾ ചിത്രയ്ക്ക് എന്നും പ്രിയപ്പെട്ടത് ഈ മൈതാനം തന്നെ. സ്ട്രാറ്റ്ഫോർഡിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കൊടിയുയരുമ്പോൾ ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ അണിനിരക്കണം. മത്സരിക്കുന്ന 1500 മീറ്ററിൽ മികച്ച പ്രകടനം നടത്തണം. പ്രതീക്ഷകൾ ഏറെയുണ്ടായിരുന്നു. പക്ഷേ അർഹതയുണ്ടായിട്ടും അത്ലറ്റിക് ഫെഡറേഷൻ അവഗണിച്ചപ്പോൾ PU ചിത്രയുടെ മാത്രമല്ല ഒരു നാടിന്റെ പ്രതീക്ഷകളാണ് പൊലിഞ്ഞത്. അങ്ങനെ ഒളിമ്പിക്സ് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ടൈം മെച്ചപ്പെടുത്താൻ കഴിയുന്നുണ്ട്. കാരണം നല്ല പരിശീലനം കൊണ്ട് തന്നെയാണ് ടൈം മെച്ചപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോൾ തോന്നുന്നു ഇങ്ങനെ ടൈം ഓരോ വർഷം ഇങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്വാളിഫൈ ഒളിമ്പിക്സ് പങ്കെടുക്കാൻ പറ്റുമെന്ന് അതൊന്നും അറിയില്ല. എന്നാലും പരമാവധി ട്രൈ ചെയ്യും. ഞാൻ നന്നായി ഇനിയുള്ള മീറ്റ് നല്ല പെർഫോമൻസ് ചെയ്യും. ഓപ്പൺ നാഷണലാണ് ഏറ്റവും ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും നാഷണൽ മീറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ മീറ്റാണ്. ഡിപ്പാർട്ട്മെന്റ് ജോലിക്കാരെല്ലാവരും പങ്കെടുക്കുന്ന മീറ്റാണ്. അപ്പോൾ അതാണ് ഇനി ലക്ഷ്യം വെക്കുന്നത്. അതാണ് ഇനി നല്ല പെർഫോമൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പരിശീലനത്തിനായി ധനസഹായം അനുവദിക്കുകയും ചാമ്പ്യൻഷിപ്പിൽ അവസരം നിഷേധിച്ചപ്പോൾ ശക്തമായി പിന്തുണ നൽകുകയും ചെയ്ത സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകുമെന്ന് ചിത്ര പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്. കാരണം എന്നെ പോലെയുള്ളൊരു കുട്ടിക്ക് ഇങ്ങനെയുള്ള സ്കീമുകളൊക്കെ സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കാൻ വളരെ സഹായം. 2008 സംസ്ഥാന സ്കൂൾ മീറ്റിൽ മെഡൽ നേടി വരവറിയിച്ചത് മുതൽ PU ചിത്ര ട്രാക്കിൽ വലിയ കുതിപ്പാണ് നടത്തിയത്. പ്രതിസന്ധികളെല്ലാം മറികടന്നാണ് ഓരോ തവണയും പുതിയ വേഗം കുറിച്ചത്. അതിനാൽ അവഗണനയിലും തിരിച്ചടികളിലും തളരില്ല. അതിരുകളില്ലാത്ത ട്രാക്ക് മുന്നിലുണ്ട്. അതിനു മുകളിൽ പ്രതീക്ഷകളും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായി RSS. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വിവേകത്തോടെ തീരുമാനമെടുക്കാമെന്ന് സർ സംഘചാലക് ദത്താത്രേയ ഹൊസബല. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം തന്ത്രപൂർവ്വമാണ് അവതരിപ്പിച്ചത്. വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഹൊസബല ഈ ആവശ്യം ഉന്നയിച്ചില്ല. ചിലർ ഉയർത്തിയ ചോദ്യത്തിന്റെ മറവിലാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുകയാണെന്നും ഈ സാഹചര്യത്തിൽ ഇക്കാര്യം കേന്ദ്ര സർക്കാരിന് പരിഗണിക്കാമെന്നും ഹൊസബല പ്രതികരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി അടുത്ത ദിവസം കേരളം സന്ദർശിക്കും. CPIM ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്തുകയാണെന്നും ഹൊസബല ആരോപിച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന RSS കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം സ്വപ്നം മാത്രമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയില്ലെന്നും എന്നാൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇടപെട്ടാൽ പാർട്ടി ശക്തമായി ഇടപെടുമെന്നും കോടിയേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നത് RSSന്റെ അഭിപ്രായം സ്വപ്നം മാത്രമാണെന്നും ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പിരിച്ചുവിട്ടാൽ ആദ്യം പിരിച്ചുവിടേണ്ടത് പ്രതിവർഷം 4000 കൊലപാതകം നടക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിനെയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അവർ പിരിച്ചുവിടട്ടെ.
അവരുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. നിയമസഭയിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിട്ട് ആ സമയത്ത് ഇപ്പോൾ BJPക്ക് ഒരു സീറ്റുള്ളത് പോലും നഷ്ടമാവും. ഇത് രാജഗോപാലിനോട് വിരോധമുള്ള ഏതോ ആളവിടെയുണ്ട്. അയാൾ MLA ആയിട്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അയാളെ ഈ സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ അപാകതയുള്ളതായി സംസ്ഥാന സമിതി വിലയിരുത്തിയിട്ടില്ലെന്നും കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തത് പല മേഖലയിലും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത്തരമൊരു സ്ഥിതി ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെയൊരു കാര്യം. മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി അപമര്യാദയായി പെരുമാറിയെന്ന ആക്ഷേപം ശരിയല്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. കടക്ക് പുറത്തു എന്ന് പറഞ്ഞതിന് പകരം മറ്റേതെങ്കിലും വാക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ലായിരുന്നോ എന്ന കോടിയേരിയുടെ കുസൃതി നിറഞ്ഞ മറുപടിയിൽ മാധ്യമപ്രവർത്തകരും ചിരിച്ചത് മഞ്ഞുരുകുന്നതിന്റെ സൂചനയായി. വേറെന്ത് വാചക പുറത്തേക്ക് വരുവിൻ എന്നാണോ? പല രീതിയിലും പറയാം. പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് വരുവിൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരൊരു വാക്ക് നമുക്ക് ആർക്കും അന്നേരത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒരു സമയത്ത് ഓരോ വാക്ക് അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചതിൽ ഒരു തെറ്റും സംസ്ഥാന കമ്മിറ്റി കാണുന്നില്ല. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഓണത്തിന് കേരള വിപണി ലക്ഷ്യമാക്കിയുള്ള പൂപ്പാടങ്ങൾ കർണാടക അതിർത്തി ഗ്രാമങ്ങളെ ഓറഞ്ച് നിറം ചാർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിൽ പ്രതിസന്ധി നേരിടുകയാണ് പൂക്കർഷകർ. വിളവിൽ ഇത്തവണ വലിയ കുറവാണുണ്ടായത്. കേരള അതിർത്തിയിൽ മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂർ വനമേഖല പിന്നിട്ടാൽ പിന്നെ ഈ നിറമാണ് ചുറ്റിലും. അത്ര നിറമുള്ളതല്ല എന്നാൽ ഇവിടുള്ള കർഷക ജീവിതങ്ങൾ. പച്ചക്കറി കൃഷി കഴിഞ്ഞ് മൺസൂൺ കാലത്തോടടുപ്പിച്ചാണ് ചെണ്ടുമല്ലി കൃഷി. ചെണ്ടുമല്ലി നട്ട സമയത്ത് വരൾച്ച കൃഷിയെ ബാധിച്ചു. ശരാശരി 600 മില്ലിമീറ്ററാണ് ഇവിടുത്തെ വർഷപാതം. അല്പം വേനൽ മഴ ലഭിച്ചുവെങ്കിലും മഴക്കാലം കൈവിട്ടു. വിത്തും വളവും നൽകുന്ന കമ്പനികൾ ഈ വർഷം കർഷകരിൽ നിന്ന് കിലോയ്ക്ക് 5 രൂപ 50 പൈസയ്ക്കാണ് പൂ വാങ്ങുന്നത്. വിളവ് കുറഞ്ഞതിനാൽ ഇത് അംഗീകരിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഏക്കറിന് 5000 രൂപ മുതൽ 12000 രൂപ വരെ പാട്ടം നൽകിയ കർഷകർ ഭീമമായ നഷ്ടത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇപ്പൊ മഴ കമ്മിയാണ്. 3 മാസം ശരിക്കും നല്ല മഴ പോയിട്ട് ചെറുതായിട്ട് ചാടേണ്ടത് എവിടേക്കും എത്തൂല. മഴ നനവ് കുറവാണ്. നമ്മുടെ അടുത്ത കിണറുണ്ട്, കിണറിന് വെള്ളമുണ്ടായി പോയി. അതുകൊണ്ട് ഇപ്പം ഈ കൊല്ല കുറച്ച് നഷ്ടം കുറവാണ്. ചെയ്ത പ്രണികളൊക്കെ ചെറുതായിട്ട് നഷ്ടം ഉണ്ടാവും. നമുക്ക് കിലോന് 550 കിട്ടും, ടണ്ണിന് 5500 രൂപ കിട്ടും. ആ പൈസ മാത്രം. പ്രധാനമായും ചെണ്ടുമല്ലിയാണെങ്കിലും ഇതു മാത്രമല്ല, മലയാളിക്ക് പൂക്കളം ഒരുക്കേണ്ട ഒട്ടുമിക്കതും ഇവിടെയുള്ള പൂപ്പാടങ്ങളിൽ ഇപ്പോഴുണ്ട്. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്യുന്ന കർഷകർ അക്കാലത്തെ മികച്ച പൂവില ഗുണം ചെയ്യുമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്.